ഖത്തറിൽ ഒരു കണ്ടുവരുന്നൊരു സംഗതിയാണ് നമ്മുടെ സർവീസുകളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യും. നമ്മുടെ PR രംഗത്ത് തന്നെ PR വർക്കുകളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നൊരു പ്രവൃത്തി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനിക്ക് സ്വന്തമായിട്ടൊരു PR ഉണ്ടാവുക, അതേപോലെ തന്നെ ഒരു ടീമിനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യിപ്പിക്കുക തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണുള്ളത്? ഒരു PRO കമ്പനിയെ അത് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് പ്രൊഫഷണൽ ബിസിനസ് ഗ്രൂപ്പ് ഈ PR ഔട്ട്സോഴ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 7 വർഷത്തോളമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്പെഷ്യലി PR പാക്കേജ് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ നമ്മളൊരു വ്യക്തിയെ PR ആയിട്ട് നിയമിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ അറിവ്, ആ വ്യക്തിയുടെ കണക്ഷൻസ്, ആ വ്യക്തിയുടെ എനർജി, അവരുടെ ഒരു അബിലിറ്റി, സ്കിൽസ് ഇതൊക്കെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുക. ഒരു PRO കമ്പനിയെ ഇത് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സമയത്ത് ടീം വരും. അതെ, നല്ലൊരു സ്കില്ലായ ടീം ഉണ്ടാവും. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള അറബി, ഇംഗ്ലീഷ്, ഉറുദു എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ വളരെ യങ്ങായ ഒരു ടീമായ ഒരു കമ്പനി ആയിരിക്കും ഇത് ഏറ്റെടുക്കുക. അപ്പോൾ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പാക്കേജ് അത്രത്തോളം കൊടുക്കാതെ ഒരു ഫിക്സ്ഡ് പാക്കേജ് സർവീസുകൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതെ, അവരുടെ ബിസിനസ്സിലും സെയിൽസിലും ഫോക്കസ് ചെയ്യുന്നു. ഈ ടീമിനെ കൃത്യമായിട്ട് അവർക്കൊരു ക്ലയൻസ് അക്കൗണ്ട്സ് മാനേജർ ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ക്ലയൻസ് അക്കൗണ്ട്സ് മാനേജർ ഉണ്ട്. അവർക്ക് ക്ലയൻസ് അക്കൗണ്ട്സ് മാനേജറെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കീഴിലുള്ള ടീമിനെ കൊണ്ട് എല്ലാവർക്കും ക്ലയൻസ് അക്കൗണ്ട്സ് മാനേജർ ചെയ്യിപ്പിക്കുന്നു. ഡെയിലി റിപ്പോർട്ട് വേണ്ട സിസ്റ്റത്തിൽ ഡെയിലി റിപ്പോർട്ടിംഗ്, വീക്ക്ലി റിപ്പോർട്ടിംഗ്, മന്ത്ലി റിപ്പോർട്ടിംഗ്, അതിനൊക്കെ കൃത്യമായ സോഫ്റ്റ്വെയർ സംവിധാനമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു പാക്കേജിന് നമുക്ക് കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഉപകാരം വേറെ എന്താ ഉള്ളത്?